ആ വീടിന്റെ തണലായ, ആ മക്കളെ വളർത്തിയ, മക്കളെ പഠിപ്പിച്ച, ആ ഭാര്യക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആ മനുഷ്യൻ ഇന്നൊരു വയസ്സിന്റെ മൂർധാവിലെത്തിയപ്പോ ആ മനുഷ്യന്റെ ചെറിയ ചെറിയ ശല്യങ്ങൾ പോലും സഹിക്കവയ്യാതെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താ? അവൻക്കും ഇത് വരാനുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കുമ്പോ അവന്റെ വികൃതികൾ കുസൃതികൾ കാണുമ്പോ എന്താ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, അവൻ വലുതായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. വാർദ്ധക്യത്തിലെത്തുന്ന മനുഷ്യന്റെ വികൃതികൾ കുസൃതികൾ കണ്ടാൽ ആരും സഹിക്കൂല. കാരണം അവൻ ഇനി ഒരു പ്രതീക്ഷ നമുക്കില്ല. ഇതൊക്കെ മാറിയിട്ട് അയാൾ നമുക്ക് എന്തെങ്കിലും തരുന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഇവിടെ നിന്നാണ് ഇസ്ലാം ഈ ഒരു വിഷയത്തിന്റെ കൃത്യമായ ഒരു നേർരേഖ കാണിച്ചു തരികയാണ്. ഒരിക്കൽ മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തൊരു സംഭവം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നലീ ഉമ്മ, അല്ലയോ ഖലീഫ ഉമർ ഖത്താബ് തങ്ങളെ, എനിക്ക് എന്റെ മാതാവുണ്ട്. ബലഗ മിൻഹൽ കിബർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, നല്ല പ്രായമായിട്ടുണ്ട്. അന്നഹാ ലാ തഖ്ദീ ഹാജതഹാ ഇല്ലാ വദഹിരി ലഹാ മതിയത്തുൻ, എന്റെ മാതാവിന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ എന്റെ മുതുകിനെ ഞാൻ വാഹനമാക്കി കൊടുത്ത് നീക്കി കൊണ്ടുപോയി, അല്ലാതെ അവർക്ക് അത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞാൻ അങ്ങനെ ഓരോ തവണയും എന്റെ മാതാവിനെ ഇട്ട് ചുമന്ന് കൊണ്ടുപോയി മലമൂത്ര വിസർജന കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെ റൂമിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തുന്ന ഇക്കാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്റെ ഉമ്മയോടുള്ള കടമകൾ നിർവഹിച്ചവനായി മാറുമോ? മതിയോ? അങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ? فقال عمر بن الخطاب رضي الله عنه പറഞ്ഞു, ലാ, മതിയാവൂല, അതൊന്നും പോരാ. لأنها كانت تصنع بك ذلك وهي تمنى بقاءك, കുട്ടിയാകുമ്പോ നിനക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ മാതാവ് കൊതിച്ചതും ആഗ്രഹിച്ചതും ഇവൻ വലുതാകുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടെന്നായിരുന്നു. എന്നാൽ നീ നിന്റെ ഉമ്മാനെ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ് ഇവര് മരിക്കാന്ന് വിചാരിച്ചിരിക്കും. എന്താണ് ഇത്രയും വയസ്സായി? ചില ആളുകളൊക്കെ അങ്ങനെ പല വഴിക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങും, എന്തൊരു ശല്യാണ്, എന്നാണ് ഇതൊന്ന് തീർന്നു കിട്ടുക. അങ്ങനെ ചിന്തിക്കുന്ന മനോനിലയിൽ എത്തപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വാർദ്ധക്യം പ്രായം എത്തുന്ന ഓരോ മനുഷ്യനും, മാതാവായാലും പിതാവായാലും ബന്ധുവായാലും അയൽവാസിയായാലും, ആ പ്രായത്തെയും അതിൻ്റെ അവശതകളെയും നമ്മൾ ഏറെ പരിഗണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നിരവധി അനവധി പ്രാർത്ഥനകൾ നിങ്ങൾ വായിച്ചു നോക്ക്. ഓരോ പ്രാർത്ഥനയും ജാമിഉം മാനിഉമാണ്. ചെറിയ വാക്കായിരിക്കും, വലിയ ആശയങ്ങൾ നിറഞ്ഞതായിരിക്കും. ആ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മളും തന്നെ ജീവിതത്തിന്റെ യഥാർത്ഥ താല്പര്യത്തിലേക്ക് വരാനും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ആശ്വാസം കണ്ടെത്താനുള്ളത് അള്ളാഹുവിലുള്ള തവക്കുൽ നിറഞ്ഞ പ്രാർത്ഥനയുമായി മാറേണ്ടതുണ്ട്. നബിതങ്ങൾ പ്രാർത്ഥിച്ചതായി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഅവ്വദൂ ബികലിമാത്തിൻ, നിങ്ങൾ ഇനി പറയുന്ന കലിമത്ത് കൊണ്ട് രക്ഷ ചോദിച്ച് പ്രാർത്ഥിച്ചോളൂ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ബിഹിന്ന, നബിതങ്ങൾ ഈ കാര്യങ്ങൾ രക്ഷ ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി, അല്ലാഹുവേ ഞാൻ ഭീരുവാകുന്നതിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ബുഖ്ലി, ധാരാളം പിശുക്കത്തരം കാണിക്കുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഞാനൊരു ഭീരുവാകരുത്. ധൈര്യം കാണിക്കേണ്ടടുത്ത് ഭീരുവാകുക, സ്വതക്ക ചെയ്യേണ്ടടുത്ത് ധർമ്മം ചെയ്യേണ്ടടുത്ത് ഞാനൊരു പിശുക്കനായി മാറുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. അടുത്തത് വഅഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമരി, പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. ഈ ഒരു അവസ്ഥ, അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് നീണ്ടുപോകുന്നതിൽ നിന്ന് നബിതങ്ങൾ പോലും കാവൽ ചോദിക്കുക. ദുനിയാവിന്റെ വിവിധങ്ങളായ ഫിത്നയിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. നബിതങ്ങളുടെ പ്രാർത്ഥനന്റെ ഫضل നോക്കൂ നിങ്ങൾ. സ്വന്തം മക്കളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ദുരിതപൂർണമായ ഒരു വാർദ്ധക്യം വരിക, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തപ്പെടുന്ന അവസ്ഥ വരിക, നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവുക, അങ്ങനെ പല നിലക്കുമുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് വയോവൃദ്ധരായ പാവപ്പെട്ട ഈ മനുഷ്യന്മാർക്ക് തണലാകുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. എല്ലാവരും നമ്മുടെ നാട്ടിലെ അങ്ങാടിയിലെ കടയിലൊക്കെ കാണുന്ന കുറെ വൃദ്ധരായ മനുഷ്യരില്ലേ,
അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന ആളുകൾ ചിന്തിക്കുക. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ കയറി വരിക. നമുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നു. യുരീദുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ വൃദ്ധനായ മനുഷ്യൻ വരുമ്പോ ഒന്ന് വഴി കൊടുക്കാൻ, ഒന്ന് മാറിക്കൊടുക്കാൻ, ഒരു സ്ഥലം കൊടുക്കാൻ അല്പം ഒരു സാവകാശം ആ സദസ്സിലുണ്ടായിരുന്നവർക്കിടയിൽ സംഭവിച്ചു. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷെ ഒന്നിങ്ങനെ ഒരു സാവകാശം കണ്ടു. നബി തങ്ങൾ ഉടൻ തന്നെ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, കുഞ്ഞുങ്ങളോട് കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. വലം യുവക്കിർ കബീറനാ, മുതിർന്നവരോട് പ്രായമായവരോട് ഒരു ബഹുമാന ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. നെഞ്ചത്ത് എഴുതി വെക്കേണ്ടുന്നൊരു വാക്ക്. കടയിൽ, അങ്ങാടിയിൽ, കുടുംബത്തിൽ, തക്കാരത്തിൽ, എവിടെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളെ പരിചയമുള്ളവനാവാം, അല്ലാത്തവനാവാം, ഒരു പ്രായത്തിന്റെ ആധിക്യം അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനോടുമുള്ള ഒരു ആദരവ്, പ്രായത്തിനോടുള്ള ആദരവ് കാണിക്കാത്തവരെ നമ്മുടെ കൂട്ടത്തിൽ അവനെ എണ്ണേണ്ടതില്ല. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാ, അള്ളാഹുവിന്റെ ഔന്നിത്യത്തിനെ മാനിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ പെട്ടതാണ് ഇക്റാമദിശൈബത്തിൽ മുസ്ലിമി, മുസ്ലിമായ നരബാധിച്ച ഒരു മനുഷ്യനോട് ബഹുമാനാദരവ് കാണിക്കുക എന്നത്. അവർക്ക് അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ്, അത് കീപ്പ് ചെയ്യാൻ ബാക്കിയുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിന്റെ ചരിത്രം പറയാണ്, അത്രയേറെ പ്രായമെത്തിയ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ, അവശതകൾ അനുഭവിച്ചവര് സഹായിച്ച ഒട്ടനേകം ചരിത്രം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരാ. പിൽക്കാലത്തുള്ളവരിത് പഠിച്ച് നന്നാകാൻ വേണ്ടിയിട്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്ത് നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ചെന്നെത്തിയത് മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു, ഫലസ്തീനിന്റെ അടുത്തുള്ള മദിയൻ. ആ പ്രദേശത്ത് എത്തിയപ്പോൾ എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്യാണ്. പക്ഷേ 2 പെൺകുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല. അവരെ ആളുകൾ അരികിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക. ഇത് കണ്ടപ്പോൾ മൂസാ നബി അവിടേക്ക് ചെന്നിട്ട് ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നത്, എന്താ നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആരും ഞങ്ങളുടെ കൂടെ വരാൻ പുരുഷന്മാരൊന്നുമില്ല, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളത് അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ വൃദ്ധനായ മനുഷ്യനാ, അങ്ങനെ ഇങ്ങോട്ട് വരാനൊന്നും വയ്യ. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെയും കൂട്ടിച്ചെന്നുകൊണ്ട് ആ നാട്ടുകാരോട് പറഞ്ഞു, ഇവർക്ക് വെള്ളം കൊടുക്കണം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കോരി എടുത്തുകൊണ്ട് അവരുടെ പാത്രം നിറച്ചു കൊടുത്തു. അവരെ പറഞ്ഞയച്ചു. വാപ്പ വയസ്സനാണ് എന്നറിഞ്ഞപ്പോ മക്കളെ വരെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തു വിട്ടു എന്നാ പറഞ്ഞത്. ചരിത്രം വീണ്ടും നമുക്ക് കാണാം. മക്ക വിജയ ദിവസം മക്ക നബി തങ്ങളുടെ കയ്യിലേക്ക് ഭരണം വന്ന സമയം, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ, നരബാധിച്ച വൃദ്ധനായ അബൂ ഖുഹാഫ നബിനെ കാണാൻ വരുന്നുണ്ട്. നബി തങ്ങൾ അവിടുന്ന് പറയാണ്, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാ. അല്ലേ, നമ്മളെത്ത് ഒരു വൃദ്ധൻ അപേക്ഷ തരാ, വീട് പണിയുണ്ട്, രോഗമുണ്ട്, ചികിത്സ ഉണ്ട്, അയാൾ നിങ്ങൾ ഇവിടെ വന്ന് തരണം എന്ന് പറയില്ലേ നമ്മള്. നബി തങ്ങൾ പറയാണ്, ഇത്രയും പ്രായവും ഇത്രയും പ്രയാസം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. ഈ മനസ്സ് നമുക്ക് വേണം. അയാൾ എൻ്റെ അടുത്ത് വരട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങോട്ട് കാണേണ്ടവനെ ആ ഒരു പ്രായമെത്തുമ്പോ പരിഗണിക്കാൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടത്തിയിരുന്ന കാലത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയുടെ വഴിയിൽ വന്നുകൊണ്ട് യസ്അലുന്നാസ്, യാചന നടത്തുക. ജൂതനാണ്, പള്ളിന്റെ മുമ്പ് നിന്നാണ് യാചന നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രായത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ജീവിക്കുന്നത് യാചിച്ചു കൊണ്ടാണ്. തെരുവിലെ വഴിയോരങ്ങളിൽ കടന്ന് ജീവിക്കുന്ന വൃദ്ധരുണ്ട്. കടകളുടെ തിണ്ണയിൽ കടയുടെ ഷട്ടറൊന്ന് താഴ്ത്തി കിട്ടിയാൽ മൂടി പുതച്ച് ചാക്കിൽ കിടന്നുറങ്ങുന്ന വൃദ്ധരുണ്ട്. അവർക്ക് ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്. പലർക്കും പുതിയ കാലഘട്ടത്തിൽ ഇനി എങ്ങോട്ടാണ്, എവിടേക്കാണ് ഈ കൗമ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ചോരത്തിളപ്പ് മുഴുവൻ കുടുംബത്തിന് കൊടുത്തിട്ട് അവസാനം ആ മനുഷ്യനെ ആ വീട്ടിനകത്തൊരു കട്ടിലിൽ ഒന്ന് കിടത്തി മാന്യമായി ഒന്ന് പരിചരിക്കാൻ പോലും പുതിയ തലമുറ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടെത്തിപ്പെടും? ഈ ജൂതൻ ഇങ്ങനെ യാചന നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്,
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യാചന നടത്തുന്നത്? നിങ്ങളുടെ ഒരു നല്ല കാലത്ത് നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തന്നതാണ്, നികുതി അടച്ച ഒരു മനുഷ്യനായിരുന്നു. ഉള്ള കാലത്ത് ഗവൺമെന്റിന് ജിസിയ നൽകിയ ആളാണ്. ഫീ ശൈബതിക, നിങ്ങളുടെ പിന്നീട് വൃദ്ധനായപ്പോ ഞങ്ങൾ നിങ്ങളെ കൈവടിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യമില്ല. ബൈത്തുൽ മാലിൽ നിന്ന് ആ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സംഖ്യ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട പ്രായമല്ല. നമ്മുടെ സർക്കാരുകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇരുന്ന് തലയിൽ കൈവച്ചിട്ട് ആലോചിക്കേണ്ട കേസാണ്. ഒറ്റപ്പെടുത്തപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്നു അല്ലേ? നാട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ടു പോകാൻ 50 രൂപ കൊടുത്താൽ വീട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ആയുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടവർ പുറത്ത് റോഡരികിൽ തള്ളപ്പെട്ട കാഴ്ച ഇന്ന് നമ്മുടെ വേദനിക്കുന്ന രംഗമായി കാണുകയാണ്. മാത്രമല്ല, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഭരണാധികാരിയായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു എഴുത്ത് എഴുതി കരാറുണ്ടാക്കാൻ പോവാണ് ഇറാഖിൽ. ആരുമായിട്ട്? ഇറാഖിൽ അന്ന് ക്രിസ്ത്യാനികൾ കൂടുതലാണ്. ആ കരാർ എഴുതുന്ന സമയത്ത് വകാനോ മിനൻ നസാറ വജഅലതു ലഹും അയ്യമാ ശൈഖൻ ലഅഫ മിനൽ അമൽ, അവിടുന്ന് ഒരു കരാർ എഴുതുകയാണ്. അവശത അനുഭവിക്കുന്ന വൃദ്ധന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഔ അസാബത്തുഹു ആഫത്തും മിനൽ ആഫാത്തി, എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ച് കിടപ്പിലായവരുണ്ടെങ്കിൽ, ഔ കാന ഗനിയൻ ഫഫ്തഖറ വസാറ അഹ്ലു ദൈനിഹി, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ നശിക്കപ്പെട്ട് ദരിദ്രനായി മാറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഗവൺമെന്റ്, ഈ ഇസ്ലാമിക ഗവൺമെന്റ് അവരുടെ നികുതി ഒഴിവാക്കുന്നതാണ്. ഫ്രീ യാത്രയെ പറ്റി ചിന്തിക്കണം. വൃദ്ധനാണോ ഫ്രീ യാത്ര? വൃദ്ധനാണോ ക്യൂവിൽ അയാൾക്കൊരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. ക്യൂ നിൽക്കാതെ അദ്ദേഹത്തിന് കയറിപ്പോകാൻ കഴിയണം. എവിടെയും എത്ര പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ നമുക്ക് തിണ്ണകളിൽ, വഴിയോരങ്ങളിൽ ഒരു ചെറിയ അപേക്ഷാ ഫോമും പിടിച്ച് മണിക്കൂറുകൾ വെയിൽ കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ എന്തിനെന്റെ പ്രിയപ്പെട്ട കേരളീയരായ പ്രബുദ്ധരായ നമ്മളൊക്കെ നോക്കുകുത്തികളായി മാത്രം മാറുകയല്ലാതെ എന്ത് മാർഗമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്? അഞ്ചാമത്തെ സംഭവം ചരിത്രം പറയണേ, ഗുഹയിൽ അകപ്പെട്ട് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്റെ വീട്ടിൽ വൃദ്ധരായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ കനലി അബവാനി ശൈഖാനി കബീറാൻ, വൃദ്ധരായ ഉമ്മയും ബാപ്പിക്കുണ്ടായിരുന്നു. അവര് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഉറങ്ങൂല, അവർക്ക് പാല് കൊടുക്കാതെ ഞാൻ ഉറങ്ങൂല എന്ന അവരുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ നല്ലവണ്ണം നോക്കിയവനാണ്. റബ്ബേ, എന്റെ ഈ പ്രയാസം എനിക്ക് മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഗുഹയുടെ വാതിലുകൾ നീങ്ങുകയും ചെയ്ത ചരിത്രം ഹദീസുകളിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഗൗരവം ഈ വിഷയത്തിന് കൊടുക്കാത്തതെന്നാണ്. ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ സവിശേഷത സദസ്സിലൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വായിക്കണം. ഇസ്ലാമിൽ പ്രായമായ വൃദ്ധരായ മനുഷ്യർക്ക് ആരാധനകളിൽ വരെ ഇളവിട്ട് അനുവദിച്ചു കൊടുത്തു. എന്താണത്? വല്ലാത്തൊരു പരിഗണനയല്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നീ ഇരുന്ന് നിസ്കരിച്ചാ മതി, ഇരിക്കാൻ കഴിയാതെ വന്നാൽ കിടന്നിട്ട് നിസ്കരിച്ചാ മതി. എന്തൊരു ഘട്ടം മനുഷ്യൻ ഉണ്ടാകുന്ന ഓർമ്മപ്പെടുത്തിയല്ലേ? ഒരാൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഒരുപാട് വൃദ്ധരായ മനുഷ്യരുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ സുദീർഘമായ സൂറത്തുകൾ ഓതാൻ പാടില്ല. ബാക്കിൽ വയസ്സന്മാരുണ്ട്, രോഗികളുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ കണ്ടാൽ ഇമാമ് ചെറിയ സൂറത്തുകൾ ഓതണം. ഇതൊക്കെ ഇസ്ലാം എന്തിനാ ഇബാദത്തിൽ വരെ ഇത്ര വലിയ ഇളവുകൾ കൊടുത്തത് എന്തിനാ? പ്രായാധിക്യം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് കഷ്ടപ്പെടുത്തി നോമ്പെടുപ്പിക്കണ്ട, ഫിദിയ കൊടുത്താൽ മതി. നോറ്റ് കൂട്ടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവർ ഫിദിയ കൊടുത്താൽ മതി. ഇസ്ലാം കൊടുത്ത ഇളവാണ്. ഒരാൾ പ്രായത്തിന്റെ അവശതയിലായി നല്ല കാലത്തൊന്നും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞില്ല, അയാളത്ത് നല്ല സമ്പത്തുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു ഹജ്ജിന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ലെങ്കിൽ പകരം അദ്ദേഹത്തിന് പകരമായി മറ്റൊരാൾ ഹജ്ജ് നിർവഹിക്കാം. ഇസ്ലാം ആരാധനയിൽ വരെ ഇളവ് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, ഓല് വാപ്പാനും ഉമ്മാനെയും ഹജ്ജിനും ഉംറക്കും പറഞ്ഞയക്കാൻ വേണ്ടി അവരുടെ നല്ലപ്പം പ്രായത്തിൽ ഒന്നും അവർക്ക് ആർക്കും സൗകര്യം ഉണ്ടായില്ല. വയസ്സായി ഇനി ഒരു രക്ഷയില്ലാതെ വരുമ്പോ എന്നാൽ ഇനി ഒരു ഹജ്ജ് ആയിക്കോട്ടെ, എന്നൊരു ഉംറ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കും. എന്നാ കൂടെ പോകുവോ? ഇല്ല.
മക്കള് സൗദിയിലുണ്ട്, ഒരു 3 ദിവസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ? അതിനും വയ്യ. ഒക്കെ അമീറിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് കുറച്ച് പൈസക്ക് ട്രാവൽസിൽ ഏൽപ്പിച്ച് എല്ലാം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് 4-5 മക്കളുള്ള വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ കണ്ട് നോക്കുകയാണ്. എന്നിട്ട് ആ സാധുക്കൾ എത്ര 400-500 മീറ്ററൊക്കെ നടന്ന് ഓരോ വക്തിനും ഇങ്ങനെ പോയി വരുന്നു. ഓരോ അംഗങ്ങൾ 10-12 കൊല്ലമായി നമ്മളൊക്കെ നേർക്കാഴ്ചയായിട്ട് മലയാളികളുടെ ഹജ്ജ് സംഘങ്ങളെ, ഉംറ സംഘങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയണമെന്ന് തോന്നുകയാണ്, വയസ്സുകാലത്ത് തൻ്റെ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒറ്റക്ക് തള്ളിവിടുന്നവർ ചെയ്യുന്നത് വല്ലാത്തൊരു ക്രൂരതയാണ്. അവിടെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പറയാണ്, ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ സ്വതക്ക ചെയ്യുക. ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കണം, ഈ സ്വതഖത്തി അഅ്ലം, നബി ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏതാ? ഫഖാല, നബി പറഞ്ഞു, അൻ തസദ്ദഖ, ദാനം ചെയ്യലാണ്, വഅൻത സ്വഹീഹ്, നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഷഹീഹുൻ, അതുപോലെ തന്നെ നിനക്ക് പണത്തിനോട് നല്ല താല്പര്യമുള്ള സമയത്ത്, തഹ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്ന സമയത്ത്, നല്ല പണക്കാരനാകണമെന്ന് കൊതി തോന്നുന്ന സമയത്ത് നീ ദാനം ചെയ്യുക. ഇനി ഒന്നും ചെയ്യാല്ല, അവസാനായി ഇനി എണീറ്റ് നടക്കാൻ കഴിയില്ല, എന്നാ നീ കുറെ സ്വതക്ക ചെയ്യാം എന്നതിനേക്കാൾ പ്രതിഫലമാണ് എല്ലാ കഴിവുമുള്ള സമയത്ത് നീ ദാനം ചെയ്യൽ. വലാ തുമഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖും, തൊണ്ടക്കുഴിയിലേക്ക് മരണത്തിന്റെ വേദന വരാൻ കാത്തു നിൽക്കരുത്. നല്ല സമയം നോക്കിയിട്ട് ദീനിന് വേണ്ടി ചെയ്തോ. കാരണം നീ അന്ന് പറയും, കുൽതുലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ, അവസാനം കിടപ്പിലായി മരിക്കുന്നു തോന്നുമ്പോൾ ആശുപത്രിയിൽ വന്നിട്ട് അത് ഇന്നയാൾക്ക് കൊടുക്കണട്ടോ, അത് ഇന്നയാൾക്ക് കൊടുക്കണട്ടോ, ഹദീസ് പറഞ്ഞ വാക്കാണ്. നീ അതിന് പറയേണ്ട ആവശ്യമില്ല, അത് അധികം വൈകാതെ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട്. ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. ഇസ്ലാം വലിയ പരിഗണനയാണ് നൽകിയത്. ഒരു സദസ്സ് ഇങ്ങനെ കൂടിയിരിക്കുക, അവിടെ ഒരു അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ, നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്, അവിടെ അഭിപ്രായം പറയാനുള്ള ഒന്നാമത്തെ അവകാശം അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ്. ഒരു സദസ്സുണ്ട്, ആ സദസ്സിൽ ഒരു സാധനം വിതരണം ചെയ്യണം, ഒരു കിറ്റാവാം, എന്തെങ്കിലും ഒരു സാധനം, അതിലേറ്റവും പരിഗണന കൊടുക്കേണ്ടത് അതിലെ വൃദ്ധനായ മനുഷ്യനാണ്. ഇമാമ് നിൽക്കേണ്ട ഒരു സദസ്സ്, പള്ളിയിൽ ഇമാമ് നിൽക്കണം. ആര് ഇമാം വെക്കണം? നന്നായി ഖുർആൻ അറിയുന്നവൻ, അല്ലെങ്കിൽ ജിഹാദിൽ പങ്കെടുത്ത ഒരാൾ, ഹിജ്റയിൽ പങ്കെടുത്ത ഒരാൾ. അതുമല്ലെങ്കിൽ 3-ാമത്തെ സ്ഥാനം ആ സദസ്സിലെ, ആ പള്ളിയിലെ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനാണ് ഇമാമത്തിന് പോലും പരിഗണന കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം ഇരുന്ന് മനസ്സിരുത്തി ഞാൻ ഈ വിഷയത്തിൻ്റെ മർമ്മഭാഗങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. പുതിയ കാലഘട്ടങ്ങളിലെ ഇഷ്യൂസും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ വേണ്ടതുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മല്ലം യുവക്കിർ കബീറന, വലിയവരെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ എന്ന് പറഞ്ഞതിൽ നമ്മളൊക്കെ പെടുവോ എന്ന് ഇരുന്നൊന്ന് മനസ്സിരുത്തിക്കൊണ്ട് ആലോചിക്കാനും നല്ല അർഹിക്കുന്ന പരിഗണനയോടെ അവരെ കാണാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്.